ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇന്ന് മലയാള മാസം 1-ാം തീയതിയാണ്. സാധാരണ ഒരു വിശ്വാസമുണ്ട്, മലയാള മാസം 1-ാം തീയതി എന്ത് ചെയ്യുന്നുവോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആ ഒരു മാസം മുഴുവൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സംസാരിക്കുന്നത് കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടി ഈ കീമിന് അഡ്മിഷൻ കാത്തിരിക്കുന്ന അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് കടക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അർഹതപ്പെട്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സീറ്റ് കിട്ടട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണാനിടയായാൽ തീർച്ചയായിട്ടും ഇത് ഒരു നല്ല കാര്യമായിട്ട് എടുക്കുക. കാരണം ഒരുപാട് കൺഫ്യൂഷനോട് കൂടി ഇപ്പോഴും ഒരുപാട് ഡൗട്ടുകളുമായിട്ട് ഒരു ക്ലിയർ പിക്ചർ ഇല്ലാതെ ഓപ്ഷനൊക്കെ വെച്ച് കഴിഞ്ഞു. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എന്താണ്, അലോട്ട്മെന്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ രീതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആണ്. നിങ്ങളുടെ സംശയങ്ങൾ ഇൻബോക്സിൽ വന്ന് ചോദിക്കാം, ഞങ്ങൾ ആൻസർ തരും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അലോട്ട്മെന്റിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇത് രക്ഷകർത്താക്കൾ ഉൾപ്പെടെ നമ്മുടെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടിയാണ് ഈ ഒരു വീഡിയോ. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും കൗൺസിലിങ്ങും നിങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരുപാട് കോളേജുകളോ അല്ലെങ്കിൽ കുറച്ച് കോളേജുകളുടെ ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അത് ചിലപ്പോൾ 10 ആയിരിക്കാം, 12 ആയിരിക്കാം, 20 ആയിരിക്കാം, അതിന് മുകളിലായിരിക്കാം, ഒരു പ്രത്യേക ലിസ്റ്റിൽ പ്രത്യേക അറേഞ്ച്മെന്റിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രയൽ അലോട്ട്മെന്റ് വരുന്നു. അതും നിങ്ങൾക്ക് CE വെബ്സൈറ്റ്, നമ്മുടെ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയാൻ പറ്റും. +1 പോലെ തന്നെ ഒരു ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് കൺഫേംഡ് അല്ല. എന്താണ് അതിനുശേഷം അത് ചിലപ്പോൾ റീഅറേഞ്ച്ഡ് ആവാം. പക്ഷെ എക്സാക്ട്ലി ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റാങ്ക്, നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾക്ക് അലോട്ടഡ് ആകുകയാണ്. അതായത് നിങ്ങൾ വെച്ച ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ടഡ് ആകുകയാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചിലപ്പോൾ ഒരു ഹയർ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് 2-മതോ 1-മതോ 3-മതോ വെച്ച ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ടഡ് ആയെന്ന് വരാം. അല്ല എങ്കിൽ നിങ്ങളുടെ റാങ്കും കാറ്റഗറിയും ഒക്കെ കൺസിഡർ ചെയ്ത് നിങ്ങൾക്ക് അത്രത്തോളം മറ്റുള്ളവരുമായിട്ട് നോക്കുമ്പോൾ ഇതില്ല എങ്കിൽ കുറച്ചുകൂടി താഴോട്ടുള്ള 10-ഓ 11-മതോ വെച്ച ഓപ്ഷന് അലോട്ട് ആയി വരാം. ഇത് കിട്ടി എന്ന് കരുതി നിങ്ങളുടെ അഡ്മിഷൻ അവിടെ പൂർത്തിയാകുന്നില്ല. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ മതിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കാം. ബാക്കി കാര്യങ്ങളും ഫീസും അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് വീഡിയോയിൽ സംസാരിക്കാം. ഇതിൽ നമുക്ക് നോക്കുന്ന ഓപ്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ്. ഇനി അഥവാ നിങ്ങൾക്കൊരു ലോവർ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾക്ക് മുകളിലേക്കുള്ള ഓപ്ഷൻ സ്റ്റിൽ അലൈവ് ആക്കി വയ്ക്കണം. അടുത്ത അലോട്ട്മെന്റ്, അടുത്ത റൗണ്ട്, സെക്കൻഡ് അലോട്ട്മെന്റിനും കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഓപ്ഷൻ നിങ്ങൾക്ക് വരും. അത് ആ CE വെബ്സൈറ്റിൽ തന്നെ കയറി ആ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, സർ എനിക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാമോ, എഡിറ്റ് ചെയ്യാമോ, ഡിലീറ്റ് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. കാരണം നമ്മൾ ചില അലോട്ട്മെന്റിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടുന്നത് അതിന്റെ താഴോട്ടുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് പിന്നീട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ കീമിനെ സംബന്ധിച്ച് വ്യക്തമാക്കുകയാണ്, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു 4-മത് വെച്ച ഓപ്ഷനാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾക്ക് സ്കീം വെബ്സൈറ്റിൽ പോയി മുകളിലോട്ടുള്ള ഓപ്ഷൻ, അതായത് 1, 2, 3 ആ ഓപ്ഷൻസ് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. വേറൊരു കാര്യം, ഈ 4-മത് കിട്ടിയതിന്റെ താഴെ വരുന്ന 5, 6, 7 അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് മുകളിൽ വെക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഫുൾ ചോയ്സ് നിങ്ങളുടേതാണ്. കൃത്യമായിട്ട് ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ കിട്ടിയാലും അതിന്റെ താഴെയുള്ള ഓപ്ഷൻസ് നിങ്ങൾ വച്ചിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് താഴെയുള്ള ഓപ്ഷൻസും മുകളിലുള്ള ഓപ്ഷൻസും റീഅറേഞ്ച് ചെയ്യാനും അപ്ഗ്രേഡ് ചെയ്യാനും ആഡ് ചെയ്യാനല്ല, അതിനെ തന്നെ ഓർഡർ മാറ്റാനും പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്. അല്ല, ഇത് ഓപ്ഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുകയാണ് അടുത്ത അലോട്ട്മെന്റിന് ഇന്ന കോളേജുകളെ, ഞാൻ വച്ചിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഇന്ന കോളേജുകളെയും ബ്രാഞ്ചുകളെയും ആ ഓപ്ഷനെ അടുത്ത റൗണ്ടിൽ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കൺഫർമേഷൻ കൊടുക്കുകയാണ്. ആ കൺഫർമേഷനാണ് വളരെ കീ പോയിന്റ്. അതിനർത്ഥം നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ആകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഗ്രി അലോട്ട്മെന്റ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നു. ഈ ഓപ്ഷൻ വെക്കുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾ കൺഫ്യൂസ്ഡ് ആകുന്നില്ല. കാരണം ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് വിളിക്കുന്നു, അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു, ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കുന്നു. ഇവിടെയും കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളും ബാക്കി എല്ലാ ക്രൈറ്റീരിയകളും CE പറയും.
പിന്നാലെ ഒരു ഡീറ്റെയിൽഡ് സർക്കുലർ തന്നെ വരും. പക്ഷേ അതിനേക്കാളും വളരെ പ്രധാനമായി വിദ്യാർത്ഥികൾ കാണേണ്ടത് ഈ കീം വെബ്സൈറ്റ് വഴി ഉള്ള ഓപ്ഷൻ രജിസ്ട്രേഷനും അതിനുശേഷം വരുന്ന അലോട്ട്മെന്റും. പലരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വെച്ചപ്പോൾ അതും കൂടി വെക്കണമായിരുന്നു, ഇനി എഡിറ്റ് ചെയ്യണോ, 18-ാം തീയതി വരെ സമയമുണ്ടല്ലോ, ആ ഒരു കൺഫ്യൂഷൻ. പക്ഷെ ഇതിനേക്കാളും ഒരു കൺഫ്യൂഷൻ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിയതിനു ശേഷം അവിടെ പോയി അഡ്മിഷൻ എടുക്കണോ എന്ന് പോലും അല്ല, മുകളിലുള്ള ഏതൊക്കെ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യണം, താഴെയുള്ള ഓപ്ഷനിൽ നിന്ന് മുകളിലേക്ക് വെക്കണമോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ നേരം തീർച്ചയായിട്ടും ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഗൈഡൻസ് കൂടി എടുത്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ ഈ അലോട്ട്മെന്റിൽ ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നും ആ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്താലാണ് അടുത്ത റൗണ്ടുകളിലേക്ക് കൺസിഡർ ചെയ്യുക എന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് 18-ാം തീയതിക്ക് ശേഷം റെഡിയായി തന്നെ ഇരിക്കുക. നമ്മുടെ സുപ്രീം കോടതി എന്തായാലും ഇടപെടുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴുള്ള റാങ്ക് പെർമനന്റ് ആണ്. ഇനി അങ്ങോട്ടുള്ള പ്രവേശന നടപടികളിലേക്ക് അലോട്ട്മെന്റിലൂടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ കോളേജ് വേൾഡിലേക്ക്, എഞ്ചിനീയറിംഗിലേക്ക് പോവുകയാണ്. ഫാർമസിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള നിലവിലെ ഈ ഒരു കീം അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങളും കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കുന്നതിന്റെ കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം.